ഹായ് ഗായ്സ്, ഇത് 2 ദിവസത്തെ വീഡിയോ ആണ്. 2 ദിവസം അടുപ്പിച്ചാണ്, ശനിയും ഞായറും. അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ചത്തെയും കൂടെ വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, സൺഡേ മലബാർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പന്തരങ്കാവാണ്. അപ്പോൾ ആ ബേസിൽ നമുക്ക് ബിരിയാണി സെയിൽ ചെയ്യാം എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട, അതായത് സൺഡേയിലേക്ക് വേണ്ട ഓർഡേഴ്സിന് വേണ്ട ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റിൽ പോയത്. സാധാരണ നെസ്റ്റോയിൽ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനും ഏട്ടനും മാവിയും കൂടെ പോയത്. അപ്പോൾ അവിടെ അരിക്കൊക്കെ ഓഫർ ഉണ്ടായി. അപ്പോൾ അരി എടുത്തു, പിന്നെ ഓയിൽ, ഗീ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ടായി. നിങ്ങൾ ഇതിൽ ആദ്യമായിട്ടാണ് ഇരുത്തിപ്പിക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ ഒരുപാട് തവണ പോയപ്പോൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ അങ്ങനെ അതിലിരുത്തി കൊണ്ടുവന്നത്. സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നൊന്നും അല്ല കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കുക. ഇതിപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, പിന്നെ നമ്മൾ കുറച്ചായി പുറത്തിറങ്ങിയിട്ട്, അപ്പോൾ അങ്ങനെ പോയതാണ്. വീക്കിലൊക്കെ ഒരു തവണയൊക്കെ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്, പക്ഷേ ഇതിപ്പോൾ കുറച്ചായല്ലോ അങ്ങനെ. അപ്പോൾ ഗരം മസാല എടുത്തു, പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഇവർ ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ കേട്ടോ ഞാൻ പോയി സാധനങ്ങൾ പിന്നെ എടുത്തുകൊണ്ട് വരുന്നത്. അവിടെ നിന്ന് മിഠായിക്ക് വേണ്ടി കച്ചറ ഉണ്ടാക്കുന്നുണ്ടായി, പക്ഷെ ഞാൻ വാങ്ങിക്കൊടുത്തില്ല. കാരണം ഞാൻ മിഠായി കൊടുക്കാറില്ല, ഞാനായിട്ട് വാങ്ങിയിട്ട് കൊടുക്കാറില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും കൊടുത്തോളൂ കഴിക്കാറുണ്ട്, തീരെ കഴിക്കാറില്ല എന്നല്ല, കഴിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ മാക്സിമം അവോയ്ഡ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഈ ബലൂൺ അവർക്ക് അവിടെ നിന്ന് ആരോ കൊടുത്തതാണ് കേട്ടോ. അതും വെച്ച് കുറേ നേരം കളിക്കുന്നുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒക്കെ ഞാൻ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താവും അറിയില്ല, ബിരിയാണി നന്നാവും എന്നറിയില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, എന്താവും. അപ്പോൾ ഏട്ടൻ പറയുന്നത്, നീ നിൻ്റെ മാക്സിമം നന്നായി ചെയ്യ്, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിൻ്റെ കോൺഫിഡൻസിൽ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം നീ ചെയ്യ്, ബാക്കി നമുക്ക് പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു 9:45, 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും, ഞാൻ മന്തിയാണ് കഴിച്ചത്, ഏട്ടനൊരു ഷവായിയാണ് കഴിച്ചത്. ചെറുതിന് അവിടുന്ന് കുറച്ച് റൈസ് മാത്രം കൊടുത്തു. പിന്നെ ഞങ്ങൾ നല്ലവണ്ണം അവിടുന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അത്യാവശ്യം വയറ് നിറഞ്ഞിട്ടുണ്ടായി. ക്വാർട്ടർ മന്തിയാണ് രണ്ടാളും കൂടെ കഴിച്ചത്. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോൾ എനിക്ക് നാളെ എന്താവും എന്നുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം കുക്കിങ്ങിൻ്റെ വീഡിയോ എടുത്തില്ല, ചെറിയ ചെറിയ ക്ലിപ്സാണ് എടുത്തത്. ഒണിയൻ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ലഗോൺ ബിരിയാണിയാണ്, മലബാർ ബിരിയാണി. ഇപ്പോൾ ഈ പന്തനങ്കാവ് ബേസ്ഡ് ആയിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സൺഡേ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. വാവെള്ളനെ കൊണ്ട് എനിക്ക് സൺഡേ ആണ് സൗകര്യം. അപ്പോൾ ഫൈനൽ സ്റ്റെപ്സിലേക്കൊക്കെ എത്തി. ഞാൻ ഗാർണിഷ് ചെയ്യുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ വീട്ടിൽ ബിരിയാണി വെക്കുകയാണെങ്കിലും, അതായത് വീട്ടിലേക്ക് ആവശ്യത്തിന് വെക്കുകയാണെങ്കിലും, ഇത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നു. കാരണം കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഈ പോട്ടിൽ അനക്കാതെ വെക്കുമ്പോൾ. അപ്പോൾ ആകെ 3 ഓർഡേഴ്സായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇതൊക്കെ പാക്ക് ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അന്നേ ദിവസം രാവിലെ ഞാൻ മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് അവൾ അനിയത്തി വന്ന് എടുത്തുകൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വാവനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് പോയി അവിടെ ചെന്ന് ചായ ഒക്കെ കുടിച്ച് പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. ചെറുതിന് എന്തെങ്കിലും ഒന്ന് വാങ്ങണം എന്നുണ്ടായി. കാരണം എപ്പോഴെങ്കിലും ഒക്കെയാണ് അവൾക്ക് എന്തെങ്കിലും ഞങ്ങളായിട്ട് വാങ്ങാം, ഡ്രസ്സായിട്ടോ അങ്ങനെയൊക്കെ. മറ്റെല്ലാവരും കൊടുത്ത സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ടോയ് ആണ് അവൾക്ക് വേണ്ടി അന്ന് വാങ്ങിയത്. പിന്നെ ഞാനൊരു സ്ലൈം എടുത്തു. കണ്ടപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് ഞാനും അനിയത്തിയും എടുത്തു. ഒരു രസമല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഈ ഷോപ്പിൽ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായി, സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഹൈപ്പിനുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് കൊള്ളാം, സാധനങ്ങളൊക്കെ രസമുണ്ട്, പക്ഷേ ആ തിരക്കിന് ഉള്ളതുണ്ടോ ചോദിച്ചാൽ ഇല്ല. പിന്നെ ഞങ്ങൾ ഷവർമ്മ വാങ്ങി, ഒരു മക്രോണി, പിന്നെ 2 ചായ, അങ്ങനെയാണ് കഴിച്ചത്. ഷവർമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഷവർമ്മയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി. ആ ടോയ് അവൾക്ക് കാണിച്ചത്, പക്ഷെ ഭയങ്കര പേടിയായിരുന്നു ആൾക്ക്. ഇത് ജീവനുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾക്കൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, കൊക്കോ. അപ്പോൾ അതിങ്ങനെ നടന്ന് കളിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അപ്പോൾ തൊടാൻ സമ്മതിക്കുന്നുണ്ടായില്ല, താഴത്തെ വെച്ച് കളിക്കുകയാണ്. അപ്പോൾ